നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കറി വയ്ക്കാൻ വാങ്ങിയ മീൻ തിളക്കത്തോടെ പ്രകാശിച്ചു. ഭയന്നുപോയ വീട്ടുകാർ മീൻ കറി വയ്ക്കാതെ ഉടൻ ഉപേക്ഷിച്ചു. കുറെ നേരം അത്ഭുതത്തോടെ മീൻ സൂക്ഷിച്ചു വെച്ച് വീട്ടുകാർ ആദ്യം കരുതിയത് അത്ഭുത മീനാണെന്നാണ്. എന്നാൽ കാര്യത്തിൽ വലിയ പന്തികേട് തോന്നുകയും വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വെളുത്തുപോകുമെന്ന ഭയത്താലും ഉടൻ മീൻ കളയുകയായിരുന്നു. തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ് സംഭവം. ഇത് ഒരു വീട്ടിൽ മാത്രമല്ല, തിരൂരിന് സമീപം വിതരണം ചെയ്ത കഴിഞ്ഞ ദിവസത്തെ അയല മീനുകൾ എല്ലാം സ്വയം പ്രകാശിക്കുകയായിരുന്നു. പുതിയതെന്ന് തോന്നിപ്പിക്കുന്ന മീൻ കിലോഗ്രാമിന് 200 രൂപ നൽകിയാണ് ആവശ്യക്കാർ വാങ്ങിച്ചത്. ഉറച്ച അവസ്ഥയിലുള്ള അയല വാങ്ങുമ്പോൾ തന്നെ വെള്ളയും പച്ചയും കലർന്ന നിറമായിരുന്നു. പകൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രാത്രി മത്സ്യം നന്നാക്കാനായി എടുത്തവർക്കാണ് അയല മീനിന്റെ തനി നിറം മനസ്സിലായത്. സംഭവം അറിഞ്ഞ് മീൻ വാങ്ങിയ ഉടൻ കറി വെച്ച് അകത്താക്കിയ 100 കണക്കിന് ആളുകൾ പരിഭ്രാന്തരുമായി. മത്സ്യം ആഴ്ചകളോളം കേടുവരാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് തിളക്കത്തിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സംസ്ഥാനത്ത് മത്സ്യക്ഷാമം രൂക്ഷമായതോടെ അയല, മത്തി തുടങ്ങിയവ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. പുറത്തുനിന്ന് വിഷവസ്തുക്കൾ കലർത്തിയെത്തുന്ന മീൻ പരിശോധിക്കാൻ അധികൃതർ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് ലഭിക്കുന്ന മത്സ്യത്തിൽ മാരകമായ തോതിൽ ഫോർമാലിൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതര സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് എത്തുന്ന മത്സ്യങ്ങളിലായിരുന്നു മാരകമായ തോതിൽ രാസസാന്നിധ്യം കണ്ടെത്തിയിരുന്നത്. സംസ്ഥാനത്തെത്തുന്ന മത്സ്യങ്ങളിൽ ഫോർമാലിൻ, അമോണിയ തുടങ്ങിയവയുടെ അമിത ഉപയോഗമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫോമിക് ആസിഡ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന രാസവസ്തുവാണ് ഫോർമാലിൻ. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കാനായാണ്. ഈ ലായനിയിൽ 6 മാസത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. മൃതദേഹം എംബാം ചെയ്യാനായി ഉപയോഗിക്കുന്നതും ഫോർമാലിൻ തന്നെയാണ്. ഇവ മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ വിഷമായി പ്രവർത്തിക്കും. ഈ സാഹചര്യത്തിൽ ഫോർമാലിൻ കലർന്ന മീൻ ഉള്ളിൽ ചെന്നാൽ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും മാരകമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതേസമയം മീനിൽ ഉപയോഗിക്കുന്ന ഐസ് പെട്ടെന്ന് അലിഞ്ഞു തീരാതിരിക്കാനാണ് അമോണിയ ഉപയോഗിക്കുന്നത്. സോഡിയം ബെൻസോസൈറ്റാണ് മറ്റൊരു രാസസാന്നിധ്യം. കേരളത്തിലെ കച്ചവടക്കാരിൽ പലരും ഇതിന്റെ ദൂഷ്യഫലം അറിയാതെയാണ് സോഡിയം ബെൻസോസൈറ്റ് ഉപയോഗിക്കുന്നതെന്നും തർക്കമില്ലാത്ത കാര്യമാണ്. മീനിൽ ഈച്ച വരാതിരിക്കാനും പഴക്കം തോന്നാതിരിക്കാനും പൊടി രൂപത്തിലെത്തുന്ന ബെൻസൈറ്റ് കലക്കി ഒഴിക്കുകയാണ് പതിവ്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം മീനിൽ ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കളുടെ അളവിലും നിയന്ത്രണമുണ്ട്. ഇതുപ്രകാരം അമോണിയയുടെ അനുവദനീയമായ അളവ് 300 ppm, ഫോർമാൽഡിഹൈഡിൻ്റേത് 4 ppm. ഫോർമാലിൻ ഉപയോഗിച്ച മത്സ്യം ആഴ്ചകളോളം കേടുകൂടാതിരിക്കും. ഇതോടൊപ്പം മീനിന്റെ മാംസത്തിലേക്കും ഫോർമാലിൻ പ്രവേശിക്കുന്നതോടെ അഴുകുകയോ ദുർഗന്ധം വമിക്കുകയോ ചെയ്യുകയില്ല. മീനിലെ പ്രോട്ടീനിനെ വരെ ബാധിക്കുന്ന ഫോർമാലിൻ കഴുകിയാലും വേവിച്ചാലും പുറത്തു പോവില്ലെന്നും ഗവേഷകർ പറയുന്നു. ഫോർമാലിൻ ഉപയോഗിച്ച മീൻ സ്ഥിരമായി കഴിക്കുന്നവരിൽ വൃക്കരോഗത്തിനടക്കം സാധ്യത അധികമാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൻട്രൽ ഫിഷറീസ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നു. മത്സ്യം ഭക്ഷിക്കുന്നത് സ്ഥിരമാക്കിയ മലയാളികൾക്ക് നഷ്ടമാവുന്നത് തങ്ങളുടെ ആരോഗ്യം തന്നെയാണ്. രാസവസ്തുക്കൾ അടങ്ങിയ മത്സ്യം പതിവായി ഉപയോഗിക്കുന്നവരിലെ ദഹന വ്യവസ്ഥ, കരൾ, വൃക്ക, നാഡീവ്യൂഹം എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. സോഡിയം ബെൻസോസൈറ്റിന്റെ ഉപയോഗം ക്യാൻസർ മുതൽ ജനിതക വൈകല്യം വരെ ഉണ്ടാക്കാൻ പോന്നതാണ് ഈ രാസവസ്തു. ഇതോടെ പാർക്കിൻസൺ, അകാല വാർദ്ധക്യം തുടങ്ങി കോശങ്ങളുടെ നേരിട്ടുള്ള നാശത്തിലേക്കും വഴിവെക്കും. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നതിലേക്കും ബെൻസോസൈറ്റിന്റെ പ്രവർത്തനം കാരണമാവും. സംസ്ഥാനത്തെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള ചെമ്മീൻ ഉൽപാദനത്തിൽ വ്യാപകമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇടനിലക്കാരും ഉൽപാദകരും വ്യക്തമാക്കുന്നത്. മലയാളികൾക്ക് തിന്നാൻ മാത്രമാണ് രാസവസ്തു ചേർത്ത മീൻ. കയറ്റുമതി ചെയ്യുന്ന മീനിൽ രാസവസ്തുക്കളോ കെമിക്കലോ ഒന്നും ചേർക്കില്ല. യൂറോപ്പിലേക്കും മറ്റും കയറ്റുമതി ചെയ്യുന്ന മീൻ ശുദ്ധമായതാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെയാണ് മീനിൽ മായം ചേർത്ത് വൃക്കരോഗികളും തലച്ചോർ തകരാറുള്ളവരും ഹൃദ്രോഗികളും കരൾ രോഗികളും ക്യാൻസർ രോഗികളും ഒക്കെ ആക്കി മാറ്റുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.